അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ഇടിയപ്പം വെച്ചിട്ടുള്ള ഒരു ഉഗ്രൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ ചായക്കുണ്ടാക്കുന്ന ഇടിയപ്പം ബാക്കിയുണ്ടെങ്കിൽ അതുകൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ എല്ലാം ഇഷ്ടമാവും. ഇനിയിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കണ്ടിട്ട് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ നമ്മുടെ ഇടിയപ്പം നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 15 ഇടിയപ്പം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കി വന്നത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒന്ന് പിച്ചി എടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് ഇതുപോലെ തന്നെ പിച്ചി എടുത്താൽ മതി. അത് പിച്ചി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടാവുന്ന സമയത്ത് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതിലോട്ട് കുറച്ച് ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചിക്കന് മസാല തേച്ച് വെക്കൊന്നും വേണ്ട, ഉടൻ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ടൈം ഉണ്ടെങ്കിൽ 10 മിനിറ്റ് വെക്കുന്നത് നല്ലതാണ്. വെച്ചില്ലാച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് ചിക്കൻ വേണമെന്നില്ല, ചിക്കൻ ഇല്ലാതെ തയ്യാറാക്കാം. മുട്ട കൊണ്ടോ വെജിറ്റബിൾസ് കൊണ്ടോ ഒക്കെ നമുക്ക് തയ്യാറാക്കാം. ഞാൻ അറിയുന്ന ഈ രീതിയിൽ ചെയ്താൽ മതി, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ചിക്കൻ ചേർക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്നും കൂടി ഇഷ്ടമാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ അടുത്തൊരു അടുപ്പത്തൊരു പാനും വെച്ചിട്ടുണ്ട്. രണ്ടും ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും, ടൈമില്ലാത്തത് കൊണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ആ പാനിൽ തന്നെ ഇട്ടിട്ട് വീണ്ടും മസാല തയ്യാറാക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ഈ എണ്ണ ഉണ്ടല്ലോ, അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നാലും ചിക്കൻ ഫ്രൈ ചെയ്തതിൽ എണ്ണ ഉണ്ട്. ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്നുമില്ല. ചിക്കൻ്റെ ഫ്ലെയിം ഞാൻ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ആ പാനിലോട്ട് ഞാനൊരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് വരണം. അതിന് ശേഷം നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ രണ്ടടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് രണ്ടും ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് സവാളയും വഴന്ന് കിട്ടും. ഈ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് 2 തക്കാളി നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണ്ട, ഗ്രൈൻഡ് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാറ്റിയിട്ടുണ്ട് ആ അടുപ്പത്ത് നിന്ന്. ഇനിയിപ്പോൾ ഇത് ഈ അടുപ്പത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. മസാലപ്പൊടികൾ ആഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് തക്കാളി അരച്ച് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി ആയാലും ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഈ എണ്ണയിലിട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തക്കാളി ഇതുപോലെ ഗ്രൈൻഡ് ചെയ്ത് തന്നെ ചേർത്ത് കൊടുക്കണം, എങ്കിലേ നമ്മളെ ആ ഇടിയപ്പത്തിലോട്ടൊക്കെ നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കാണ്. 1/2 ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ക്യാപ്സിക്കവും അരച്ച തക്കാളിയും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലപ്പൊടിയും ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടും. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ കറിവേപ്പിലയും കുറച്ച് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയിലയുടെ കൂടെ തന്നെ. അപ്പോൾ രണ്ടും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ആ പാൻ ഉണ്ടല്ലോ അതിലോട്ട് ഞാനിത് മാറ്റുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരു 1/4 ഭാഗം എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. 1/4 ഭാഗം ഇതിൽ നിന്ന് എടുത്തുനിന്ന് മാറ്റുകയാണ്. ഈ പാനിലിട്ടിട്ട് നമുക്ക് നൂൽപുട്ടിട്ടിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് 1/4 ഭാഗം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കി 1/4 ഭാഗം മസാല ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ച നൂൽപുട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇടിയപ്പം ചേർത്ത് കൊടുക്കാം. ഇടിയപ്പം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ദമ്മിടൂല, അതുപോലെ ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് എല്ലാ ഭാഗത്തേക്കും ഈ മസാല പിടിക്കും. ഇനി നമുക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ മസാല ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് വീണ്ടും നമുക്കൊന്ന് ലെവൽ ചെയ്യാം. പിന്നെ വീണ്ടും നമുക്ക് ഇടിയപ്പം പിച്ച് ചെയ്തിട്ട് കൊടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മിക്സ് ആയി കിട്ടും. അല്ലെങ്കിൽ എല്ലാം കൂടി ഇട്ട് ഇളക്കുന്ന സമയത്ത് ഇടിയപ്പം ഉടഞ്ഞു പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തോട്ടും മസാല ആയി കിട്ടുകയും ചെയ്യും. ഇനി ബാക്കിയുള്ള മസാല ഇതിന് മുകളിലോട്ട് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തോട്ടും മസാല ആവും. ഇനി നമുക്ക് ബാക്കിയുള്ള ഇടിയപ്പം നമ്മുടെ ആ പാൻ ഉണ്ടല്ലോ, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത പാനിൽ, ആ പാനിലിട്ടിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലുള്ള മസാല ഫുള്ള് നമ്മളെ ഇടിയപ്പം വലിച്ചെടുക്കും. ഇനി നമുക്ക് ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ, ലോ ഫ്ലെയിമിൽ കിടക്കുകയാണ് ഇപ്പോൾ അത്. കാരണം നമ്മൾ ഇടിയപ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച ഇടിയപ്പമാണ്, ചൂടാക്കിയിട്ടില്ല. അപ്പോൾ ഇതിൽ കിടന്നിട്ട് നല്ലൊന്ന് ചൂടായിക്കോളും. അപ്പോൾ നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് ആ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ദം ചെയ്തെടുക്കാം. ഇനി 5 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ തുറന്നിട്ടുണ്ട്. നമ്മൾ ലിഡൊക്കെ ഒന്ന് തൊട്ട് നോക്കുക, മേലെ ഭാഗത്തൊക്കെ ചൂട് എത്തിയിട്ടുണ്ടോ, അതിന് ശേഷം മാത്രം ഒന്ന് ഇളക്കി തുറന്നാൽ മതി. അപ്പോൾ നമുക്ക് ഇടിയപ്പമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാവരും ഇതുപോലെ ഇടിയപ്പം കൊണ്ട് ചെയ്ത് നോക്കണം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി നിങ്ങൾക്ക് ചിക്കൻ ഇല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് മുട്ട ചേർത്താലും മതി. അല്ലെങ്കിൽ മുട്ട ഇല്ലാതെയും ചെയ്യാൻ പറ്റും. ആ സ്ഥലത്ത് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ അരച്ച് ചേർത്തതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം ചേർക്കുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ക്യാപ്സിക്കത്തിൻ്റെ കൂടെ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം, ബീൻസ് ചേർത്ത് കൊടുക്കാം, ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം, അങ്ങനത്തെ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി. പിന്നെ മുട്ട ചേർക്കണമെങ്കിൽ മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ബാക്കിയൊക്കെ ഇതേ ഇൻഗ്രീഡിയൻസിനെ ചേർത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഉടഞ്ഞൊന്നും പോകില്ല, നല്ല വൃത്തിക്കായിട്ട് കിട്ടും. ഇടിയപ്പത്തിൻ്റെ ഉള്ളിലൊക്കെ നല്ല മസാല പിടിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ഇടിയപ്പം കൊണ്ട് മാത്രമല്ല, ഇതിനായിട്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചെയ്തു പോകും. അത്രയ്ക്ക് ടേസ്റ്റാണ്. നൂഡിൽസൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ, ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതായിരിക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.